ഈ വർഷത്തെ പ്രധാന ഗ്രഹചലനങ്ങളും അവ തിരുവോണത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കുമ്പോൾ, ശനി മകരം രാശിക്ക് അവിട്ടം വരെയാണ് തിരുവോണം നക്ഷത്രം. ശനി സ്വന്തം ക്ഷേത്രമായ കുംഭൻ രാശിയിൽ തന്നെ തുടരുന്നു. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ജന്മശനിയുടെ അവസാന ഭാഗമായി വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അടുത്ത രാശിയായ കുംഭത്തിലേക്ക് കടക്കും. എങ്കിലും ഈ വർഷം ശനി സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി തുടരുന്നതിനാൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുകയും ശുഭഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. തടസ്സങ്ങളെ മറികടക്കാൻ ഇത് ആത്മവിശ്വാസവും നൽകും. വ്യാഴം 4-ാം ഭാവത്തിലായിരിക്കും. ചിലപ്പോൾ മനക്ലേശങ്ങൾക്കും കാര്യങ്ങൾക്ക് പ്രതീക്ഷിച്ച പുരോഗതി ഇല്ലാതാക്കാനും കാരണമാകും. ജൂണിന് ശേഷം വ്യാഴം 5-ാം ഭാവത്തിൽ മാറുന്നു. ഈ മാറ്റം വളരെ ശുഭകരമാണ്. ഭാഗ്യപുഷ്ടി, കാര്യവിജയം, ധനലാഭം, സന്താനങ്ങൾക്ക് ശ്രേയസ് എന്നിവ നൽകാനാണ് ഇടയുള്ളത്. രാഹു 2-ാം ഭാവത്തിലും കേതു 8-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. ഇത് ചിലപ്പോൾ രോഗക്ലേശങ്ങൾ, കാര്യതടസ്സം, ധനനഷ്ടം എന്നിവ ഉണ്ടാക്കാനാണ് സാധ്യത. ശുഭഫലങ്ങളും നേട്ടങ്ങളും നോക്കുമ്പോൾ വർഷത്തിന്റെ ശുഭകരമായ ഫലങ്ങൾ തൊഴിൽ മേഖലയിൽ ഉദ്യോഗസ്ഥർക്ക് പദവി കയറ്റം, വേതന വർധനവ് എന്നിവയ്ക്ക് സാധ്യത. സർക്കാർ സേവന രംഗത്തുള്ളവർക്കും സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യത പറയുന്നുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വളർച്ച നേടാം. സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. കടബാധ്യതകൾ ജൂൺ മാസത്തിന് ശേഷം പരിഹരിക്കാനാവുന്നതായിരിക്കും. വാടക ഇനത്തിലും മറ്റും ആദായം വരാനുള്ള സാധ്യതയും ഇവിടെ പറയുന്നു.